ഹലോ എവരിവൺ, ഏണസ്റ്റ് അക്കാഡമിയുടെ മറ്റൊരു സെഷനിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് കൺസ്ട്രക്ഷൻ മെറ്റീരിയൽസ് എന്ന് പറയുന്ന ടോപ്പിക്കിലെ സിമെന്റ് എന്ന് പറഞ്ഞ പാർട്ടാണ്. സിമെന്റ് സിലബസ് പ്രകാരം നമുക്ക് പഠിച്ചു വെക്കേണ്ടത് സിമെന്റ് എന്ന് മാത്രം പാചകം ഇവിടെ പറഞ്ഞിട്ടുള്ളൂ. എങ്കിൽ കൂടി സിമെന്റിനകത്ത് പഠിക്കുമ്പോൾ നമ്മൾ കോൺസ്റ്റന്റ് പഠിക്കും, അതിന്റെ മാനുഫാക്ചറിങ് പഠിക്കും, അതിനകത്ത് ഉൾപ്പെട്ടിരിക്കുന്ന കെമിക്കൽ റിയാക്ഷൻസും അതിന്റെ കോമ്പൗണ്ട്സും ബൈ പ്രൊഡക്ട്സും, പിന്നെ ടെസ്റ്റ് ഓൺ സിമെന്റും ടൈപ്സ് ഓഫ് സിമെന്റും ആണ്. നിങ്ങളുടെ എക്സാമിനെ സംബന്ധിച്ചിടത്തോളം കുറച്ച് കാര്യങ്ങൾ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ എല്ലാ പരീക്ഷയ്ക്കും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ഈ സിമെന്റ് എന്ന് പറഞ്ഞ ഭാഗത്തുനിന്ന് കാണും. അപ്പം അത്രയും ഇമ്പോർട്ടന്റ് ആയ ഒരു പാർട്ടാണ് സിമെന്റ് എന്ന് പറയുന്നത് കൺസ്ട്രക്ഷൻ മെറ്റീരിയൽ. ഏതൊരു കോമ്പറ്റേറ്റീവ് എക്സാം എടുത്താലും ഈ ഒരു ഭാഗത്തുനിന്ന് ക്വസ്റ്റ്യൻ ഉറപ്പായിട്ടും കാണും. അപ്പം അത്രയും ഇമ്പോർട്ടൻസോട് കൂടി തന്നെ പഠിക്കുക. ഇപ്പൊ സിമെന്റിനെ കുറിച്ച് പറയുമ്പോൾ ആദ്യം അതിന്റെ ഒരു ബേസിക് ഇൻട്രൊഡക്ഷൻ എന്നോണം നമുക്ക് സിമെന്റിനെ കുറിച്ച് അതിന്റെ ഒരു ഹിസ്റ്ററി നമുക്ക് നോക്കാം. സിമെന്റ് ഇൻവെന്റ് ചെയ്തത് ജോസഫ് ആസ്പിഡിൻ എന്ന് പറഞ്ഞ വ്യക്തിയാണ്. 1824 ജോസഫ് ആസ്പിഡിൻ സിമെന്റ് ഇൻവെന്റ് ചെയ്തത്. പക്ഷെ ഇൻവെന്റ് ചെയ്ത വ്യക്തിയുടെ പേരിലല്ല അതിന്റെ പേറ്റന്റ് കിടക്കുന്നത്. അതിന്റെ പേറ്റന്റ് കിടക്കുന്നത് അദ്ദേഹത്തിന്റെ മകൻ ജോർജ് ആസ്പിഡിന്റെ പേരിലാണ്. അപ്പോൾ ക്വസ്റ്റ്യൻ ഇങ്ങനെയുള്ള ഭാഗത്തുനിന്ന് കോമ്പറ്റേറ്റീവ് എക്സാംസിന് ചോദിക്കുന്നത് ചിലപ്പം പേറ്റന്റഡ് ആണോ ഇൻവെന്റഡ് ആണോ ഒക്കെ ചോദിക്കാം. അപ്പൊ ഇൻവെന്റഡ് ആണെങ്കിൽ അത് ജോസഫ് ആസ്പിഡിനും, പേറ്റന്റഡ് ആണെങ്കിൽ അത് ജോർജ് ആസ്പിഡിനുമാണ്. അതുപോലെ തന്നെ ഇന്ത്യയിലെ ആദ്യത്തെ സിമെന്റ് ഫാക്ടറി എന്ന് പറയുന്നത് ചെന്നൈയിലാണ് സ്ഥാപിച്ചത്. സൗത്ത് ഇന്ത്യ സിമെന്റ് ലിമിറ്റഡ് എന്നാണ് ഫാക്ടറിയുടെ പേര്. 1904 ഇന്ത്യയിലെ ആദ്യത്തെ സിമെന്റ് ഫാക്ടറി സ്ഥാപിച്ചത്. അവര് നിർമ്മിക്കുന്ന സിമെന്റ് എന്ന് പറയുന്നത് നമ്മളൊരു പക്ഷെ കേട്ടിട്ടുള്ളതാണ്, ചെട്ടിനാട് സിമെന്റ് എന്ന് പറയും. ചെട്ടിനാട് സിമെന്റ് കൂടാതെ അവരുടെ മറ്റ് പല പേരുകളിലും സിമെന്റുകൾ ഇപ്പോൾ മാർക്കറ്റിലുണ്ട്. എങ്കിൽ അന്ന് നിർമ്മിച്ചിരുന്നത് ചെട്ടിനാട് സിമെന്റ് ആയിരുന്നു. 1904 സൗത്ത് ഇന്ത്യൻ സിമെന്റ് ലിമിറ്റഡ് ആണ്. ഇനി കേരളത്തിലേക്ക് വരികയാണെങ്കിൽ കേരളത്തിലെ ആദ്യത്തെ സിമെന്റ് ഫാക്ടറി എന്ന് പറയുന്നത് ട്രാവൻകൂർ സിമെന്റ് ലിമിറ്റഡ്, കോട്ടയത്ത് സ്ഥിതി ചെയ്യുന്ന ട്രാവൻകൂർ സിമെന്റ് ലിമിറ്റഡ് ആണ്. 1946, അതായത് കേരളം എന്ന സംസ്ഥാനം രൂപീകൃതമാകുന്നതിന് ഒരു 10 വർഷം മുമ്പാണ് ആദ്യത്തെ സിമെന്റ് ഫാക്ടറി കേരളത്തിൽ സ്ഥാപിച്ചത്, കോട്ടയത്ത്. 1946 അവര് സിമെന്റ് ഫാക്ടറി സ്ഥാപിച്ചു. ഫസ്റ്റ് ഗ്രേ സിമെന്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, അതായത് നമ്മളുടെ ഇപ്പൊ കാണുന്ന ആ ഒരു സിമെന്റ് ആണ് ഗ്രേ സിമെന്റ് എന്ന് പറയുന്നത്. ഗ്രേ സിമെന്റ് പ്രൊഡ്യൂസ് ചെയ്തത് 1949 അതുപോലെ തന്നെ ആദ്യത്തെ വൈറ്റ് സിമെന്റ് പ്രൊഡ്യൂസ് ചെയ്തത് 1959 ട്രാവൻകൂർ സിമെന്റ് ലിമിറ്റഡിന്റെ സിമെന്റ് എന്ന് പറയുന്നത് നമ്മൾ വേമ്പനാട് സിമെന്റ് എന്ന് കേട്ടിട്ടില്ലേ? ആ വേമ്പനാട് സിമെന്റ് ഉണ്ടാക്കുന്നത് ട്രാവൻകൂർ സിമെന്റ് ലിമിറ്റഡ് ആണ്. അവരാണ് കേരളത്തിലെ ആദ്യത്തെ സിമെന്റ് ഫാക്ടറി, അത് കോട്ടയത്ത്. ഇനി സിമെന്റിന്റെ കുറച്ച് ബേസിക് പ്രോപ്പർട്ടീസ് നമുക്ക് അറിഞ്ഞു വെക്കാം. മിക്കപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. ഇൻഡയറക്റ്റ് ആയിട്ട് ആ പ്രോപ്പർട്ടീസ് അറിയാമെങ്കിൽ അത് വെച്ചിട്ട് എഴുതാവുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ട്. നമുക്ക് ആദ്യം പ്രോപ്പർട്ടീസ് ഒന്ന് കാണാം. പ്രോപ്പർട്ടീസ് ഓഫ് OPC അഥവാ ഓർഡിനറി പോർട്ട്ലാൻഡ് സിമെന്റ്. ആദ്യകാലത്തെ സിമെന്റ് ഓർഡിനറി പോർട്ട്ലാൻഡ് സിമെന്റ് എന്നുള്ളതാണ് അറിയുന്നത്. പോർട്ട്ലാൻഡിൽ നിർമ്മിച്ചതാണ്. പോർട്ട്ലാൻഡിൽ കിട്ടുന്ന ലൈംസ്റ്റോൺ കൊണ്ട് ഉണ്ടാക്കിയ സിമെന്റ് ആയതുകൊണ്ടാണ് അതിനെ പോർട്ട്ലാൻഡ് സിമെന്റ് എന്ന് പറയുന്നത്. നമ്മൾ നോർമലി അതിനെ OPC എന്നാണ് പറയുന്നത്. OPCയുടെ പ്രോപ്പർട്ടീസ് ആണ് നമ്മൾ കൂടുതലും സിമെന്റ് പഠിക്കാൻ നേരത്ത് പഠിക്കുന്നത്. ടൈപ്സ് ഓഫ് സിമെന്റ് എന്ന് പറഞ്ഞ ഭാഗത്താണ് മറ്റ് സിമെന്റും അതിന്റെ പ്രത്യേകതകളും പഠിക്കുന്നത്. OPCയുടെ ഡെൻസിറ്റി എന്ന് പറയുന്നത് 1440 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് ആണ്. വളരെ ഇമ്പോർട്ടന്റ് ആണ്, സ്ഥിരം പരീക്ഷയ്ക്ക് ചോദിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഡെൻസിറ്റി 1440 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ്. എന്താണ് ഡെൻസിറ്റി? ഒരു മീറ്റർ ക്യൂബ് ഒരു ബോക്സ് ഇമാജിൻ ചെയ്യുക. ആ ബോക്സിലേക്ക് നമ്മൾ സിമെന്റ് ഫില്ല് ചെയ്യുന്നു എന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ ആ ഫില്ല് ചെയ്ത സിമെന്റിന്റെ ഭാരം എന്ന് പറയുന്നതാണ് 1440 കിലോഗ്രാം. അങ്ങനെ ഓർത്തിരിക്കുക. ഒരു m³ വോളിയമുള്ള, അതായത് 1 മീറ്റർ നീളം, 1 മീറ്റർ വീതി, 1 മീറ്റർ പൊക്കവുമുള്ള ഒരു ബോക്സിലേക്ക്, ഒരു ഭാരമില്ലാത്തൊരു ബോക്സ് എന്നങ്ങ് ഇമാജിൻ ചെയ്യുക. ആ ബോക്സിലേക്ക് നമ്മൾ സിമെന്റ് ഫില്ല് ചെയ്യുകയാണെങ്കിൽ ആ സിമെന്റിന്റെ ഭാരമാണ് 1440 കിലോഗ്രാം എന്ന് പറയുന്നത്. ഇനി സ്പെസിഫിക് ഗ്രാവിറ്റി ആണെങ്കിൽ 3:3.15 ആണ്. 3:3.15. എന്താണ് സ്പെസിഫിക് ഗ്രാവിറ്റി? ഡെൻസിറ്റി ഓഫ് എ മെറ്റീരിയൽ ഡിവൈഡഡ് ബൈ ഡെൻസിറ്റി ഓഫ് എ സ്റ്റാൻഡേർഡ് ഫ്ലൂയിഡ് എന്ന് പറയാം, അല്ലെ? ഡെൻസിറ്റി ഓഫ് എ മെറ്റീരിയൽ ഡിവൈഡഡ് ബൈ ഡെൻസിറ്റി ഓഫ് എ സ്റ്റാൻഡേർഡ് ഫ്ലൂയിഡ്. ഇവിടെ 3 to 3.15 വന്നത് സാധാരണ നമ്മൾ
ഡെൻസിറ്റി ഓഫ് എ സ്റ്റാൻഡേർഡ് ഫ്ലൂയിഡ് എന്ന് കണക്കാക്കുന്നത് ഒന്നെങ്കിൽ എയറോ അല്ലെങ്കിൽ വാട്ടറോ ആണ്. പക്ഷേ ഇവിടെ നമ്മൾ ടെസ്റ്റ് ഓൺ സിമെന്റ് പഠിക്കുമ്പോൾ കാണും സിമെന്റിന്റെ ടെസ്റ്റിൽ സ്പെസിഫിക് ഗ്രാവിറ്റി കണ്ടെത്താനായിട്ട് നമ്മൾ സ്റ്റാൻഡേർഡ് ഫ്ലൂയിഡ് ആയിട്ട് ഉപയോഗിക്കുന്ന കെറോസിൻ ആണ്. അതിന്റെ ഡെൻസിറ്റിയിൽ ഉണ്ടാകുന്ന വ്യത്യാസം മൂലമാണ് സ്പെസിഫിക് ഗ്രാവിറ്റി 3 to 3.15 എത്തുന്നത്. സോ ഇപ്പോൾ ഓർത്തിരിക്കുക, പിന്നീട് നമുക്ക് കാണാം എന്തുകൊണ്ടാണ് ഇതിങ്ങനെ വന്നതെന്ന്. സ്പെസിഫിക് ഗ്രാവിറ്റി എന്ന് പറയുന്നത് 3 to 3.15. അതുപോലെ തന്നെ ഒരു എം ക്യൂബ് സിമെന്റ് മാത്രം ഒരു ബോക്സിൽ നിറയ്ക്കുകയാണെങ്കിൽ നമുക്ക് 29 ബാഗ് സിമെന്റ് വേണം. 50 കിലോ ഭാരമുള്ള 29 ബാഗ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഒരു എം ക്യൂബിന്റെ ഒരു ബോക്സ് നിറയ്ക്കാൻ സാധിക്കത്തുള്ളൂ. അപ്പൊ 50 കിലോ എന്നുള്ളത് ഓർത്തിരിക്കാം. ഒരു സിമെന്റിന്റെ ചാക്കിന്റെ ഭാരമാണ് 50 കിലോ എന്ന് പറയുന്നത്. നമ്മുടെ സ്റ്റാൻഡേർഡ് ആയിട്ട് നമുക്ക് മാർക്കറ്റിൽ ലഭിക്കുന്ന ഒരു ചാക്കിൽ ലഭിക്കുന്ന സിമെന്റിന്റെ ഭാരം എന്ന് പറയുന്നത് 50 kg ആണ്. അതിന്റെ വോളിയം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 50 കിലോഗ്രാം സിമെന്റിന്റെ വോളിയം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 35 ലിറ്റർ ആണ്. 35 ലിറ്റർ. അതിനെ ഇനി ക്യൂബിക് ഫീറ്റിലോട്ട് പറയുകയാണെങ്കിൽ 1.23 ക്യൂബിക് ഫീറ്റും. അപ്പൊ ഈ ഭാഗത്ത് ഈ ഒരു 4 പോയിന്റിനെ ഊന്നിക്കൊണ്ട് ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുമ്പോൾ മനസ്സിലാവും കുറെ അധികം ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. ഡെൻസിറ്റി, സ്പെസിഫിക് ഗ്രാവിറ്റി, അതുപോലെ സിമെന്റിന്റെ വോളിയം 35 ലിറ്റർ എന്നും, അതുപോലെ 1.23 ഫീറ്റ് ക്യൂബ് എന്നും, അതുപോലെ ഒരു എം ക്യൂബ് സിമെന്റ് എത്ര ചാക്ക് വേണം എന്നുള്ളതും, 29 ബാഗ്സ് അല്ലെങ്കിൽ ചിലപ്പോൾ 30 ബാഗ്സ് ആയിരിക്കും ക്വസ്റ്റ്യനിൽ വരുന്നത്. ഈ ഒരു ഭാഗത്തിൽ ഊന്നിക്കൊണ്ട് പലപ്പോഴും ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളതാണ്. അപ്പൊ ഇതൊരു ഇൻട്രൊഡക്ഷൻ എന്നോണം എന്തായിരുന്നു ഹിസ്റ്ററി, അതുപോലെ ബേസിക് കുറച്ച് പ്രോപ്പർട്ടീസ്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് കോൺസ്റ്റുവന്റ് ഓഫ് OPC. OPCക്കകത്ത് അടങ്ങിയിരിക്കുന്നതിന്റെ കോൺസ്റ്റുവൻസിനെ കുറിച്ചാണ് നോക്കാം. നമുക്ക് 8 കോൺസ്റ്റുവൻസ് ആണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഒന്നാമത്തേത് ലൈം, രണ്ടാമത്തേത് സിലിക്ക, മൂന്നാമത്തേത് അലുമിന, നാലാമത്തേത് ജിപ്സം, അഞ്ചാമത്തേത് അയൺ ഓക്സൈഡ്, ആറാമത്തേത് മഗ്നീഷ്യ, ഏഴാമത്തേത് സൾഫർ, എട്ടാമത്തെ ആൽക്കലി ഓക്സൈഡ്. ആദ്യത്തെ 6 ഒന്ന് കാണാതെ പഠിച്ചു വെച്ചേക്കുക. സൾഫറും ആൽക്കലി ഒന്നും ചോദിക്കണമെന്ന് നിർബന്ധമില്ല. പക്ഷെ ആദ്യത്തെ 6 ഒരു കണ്ടന്റ് പെർസെൻറ്റേജും അതിന്റെ പ്രോപ്പർട്ടിയൊക്കെ വെച്ചിട്ട് എക്സാം ചോദിക്കാം. അതിൽ തന്നെ ആദ്യത്തെ 4 വളരെ ഇമ്പോർട്ടന്റ് എന്ന് പറയാവുന്നത്. ആദ്യത്തെ 6 കാണാൻ പഠിക്കുമ്പോൾ ആദ്യത്തെ 4 വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിച്ചു വെക്കേണ്ടത്. സോ ലൈമ, സിലിക്ക, അലുമിന, ജിപ്സം, അയൺ ഓക്സൈഡ്, മഗ്നീഷ്യ വരെയുള്ളത് പഠിച്ചു വെക്കുക. ലൈമിന്റെ കണ്ടന്റ് ആണെങ്കിൽ 62 തൊട്ട് 67% വരെയാണ് ലൈമിൻ്റെത്. ലൈം എന്ന് പറയുന്നത് ബൈൻഡിങ് പ്രോപ്പർട്ടി, സിമെന്റിന് ബൈൻഡിങ് പ്രോപ്പർട്ടി, അതായത് ആ ഒരു ബാക്കി മെറ്റീരിയൽസിനെ ഹോൾഡ് ചെയ്ത് നിർത്താനുള്ള ഒരു, ബാക്കി എന്ന് പറയുമ്പോഴത്തേക്ക് സാൻഡോ അഗ്രിഗേറ്റോ എന്താണ് ഇടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെ ഹോൾഡ് ചെയ്ത് നിർത്താനുള്ള ഒരു പ്രോപ്പർട്ടി നൽകുന്നത്, സിമെന്റിന് ആ പ്രോപ്പർട്ടി നൽകുന്നത് ലൈമാണ്. എന്നാൽ സിലിക്ക എന്ന് പറയുമ്പോൾ സിലിക്ക സ്ട്രെങ്ത് ആണ് പ്രദാനം ചെയ്യുന്നത്. സിലിക്കയുടെ കണ്ടന്റ് എന്ന് പറയുന്നത് 17 to 25%. ഇനി അലുമിന ആണെങ്കിൽ 3 to 8% അലൂമിനയുടെ കണ്ടന്റ് എന്ന് പറയുന്നത്. അലുമിന ഒരു ഫ്ലെക്സ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നതെന്ന് പറയാം. അലുമിനയുടെ കണ്ടന്റ് കൂടിക്കഴിഞ്ഞാൽ ആക്സലറേഷൻ, സെറ്റിംഗ് ടൈമിലുള്ള വ്യത്യാസം വരും. സെറ്റിംഗ് ടൈം എന്ന് വെച്ചാൽ കട്ടി പിടിക്കാനെടുക്കുന്ന സമയം വളരെ പെട്ടെന്ന് കട്ടി പിടിക്കുമെന്ന് പറയാം. ഫ്ലെക്സ് ആയിട്ട് ആക്ട് ചെയ്യുന്ന പറഞ്ഞു കഴിഞ്ഞാൽ സിലിക്കയെ മെൽറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഫ്ലെക്സ് എന്ന് പറയുന്നത്. സിലിക്കയെ മെൽറ്റ് ചെയ്യാൻ സിലിക്കയുടെ മെൽറ്റിംഗ് പോയിന്റ് എന്ന് പറയുന്നത് 1790 ഡിഗ്രി സെൽഷ്യസ് അടുപ്പിച്ചാണ്. പക്ഷെ നമ്മൾ സിമെന്റ് ഉണ്ടാക്കാൻ നേരത്ത് അത്രയും ഒരു ടെമ്പറേച്ചർ നമുക്ക് ലഭിക്കുന്നില്ല. അപ്പൊ ആ ടെമ്പറേച്ചറിലേക്ക് എത്തിക്കാൻ ഇവിടെ അലുമിന സഹായിക്കും. ഇനി ജിപ്സം വളരെ ഇമ്പോർട്ടന്റ് ആണ്. ജിപ്സം 3 to 4% ആണ്. ഏറ്റവും ഇമ്പോർട്ടന്റ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിനകത്ത് ജിപ്സവും ലൈമും ആണ് കേട്ടോ. ജിപ്സവും ലൈമും ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. സെക്കൻഡ് ഇമ്പോർട്ടൻസ് വരുന്നതാണ് സിലിക്ക എന്ന് വേണേൽ പറയാം. ജിപ്സം എന്തുകൊണ്ടാന്ന് വെച്ചാൽ ജിപ്സത്തിന്റെ ആ ഒരു പ്രോപ്പർട്ടി തന്നെയാണ് റിറ്റാർഡിങ് ഏജന്റ് ആണ്. റിറ്റാർഡിങ് ഏജന്റ് എന്ന് വെച്ചാൽ എന്താ, നമ്മുടെ റിയാക്ഷനെ ഒന്ന് പിന്നോട്ട് വലിക്കുന്ന, കെമിക്കൽ റിയാക്ഷനെ ഒന്ന് പിന്നോട്ട് വലിക്കുന്ന ഏജന്റിനെയാണ് റിറ്റാർഡിങ് ഏജന്റ് എന്ന് പറയുന്നത്. ഇവിടുത്തെ കെമിക്കൽ റിയാക്ഷനോ സിമെന്റ് വെള്ളവുമായിട്ട് കോണ്ടാക്റ്റിൽ വരുമ്പോൾ ഹൈഡ്രേഷൻ എന്ന് പറഞ്ഞൊരു കെമിക്കൽ പ്രോസസ്സ് ഉണ്ടാവുന്നു അല്ലെ. ഹൈഡ്രേഷൻ എന്ന് പറഞ്ഞ കെമിക്കൽ റിയാക്ഷൻ ഉണ്ടാകും. ആ ഹൈഡ്രേഷൻ കെമിക്കൽ റിയാക്ഷൻ ഒന്ന് പിന്നോട്ട് വലിക്കാൻ വേണ്ടി നമുക്ക് ജിപ്സം ഉപയോഗിക്കാം. സോ റിറ്റാർഡിങ് ഏജന്റ് ആയിട്ടുള്ളത് ജിപ്സമാണ്. 3 to 4% ആണ് ജിപ്സത്തിന്റെ കണ്ടന്റ്. നെക്സ്റ്റ്
അയൺ ഓക്സൈഡ് ആണെങ്കിലും 3-4% തന്നെയാണ്. തൊട്ട് താഴെ മഗ്നീഷ്യ 2-3. ഇവ രണ്ടും കളറും ഹാർഡ്നെസ്സും പ്രദാനം ചെയ്യുന്നു. പ്രധാനമായിട്ടും കളറാണ് ഇവ രണ്ടും നൽകുന്നത്. ഈ സൾഫർ എന്ന് പറഞ്ഞ ഇൻഗ്രീഡിയന്റ് 1-2% ഉള്ളൂ സൗണ്ട്നെസ്സിന് കാരണമാക്കുന്ന ശരിക്കും ലൈമും ഉണ്ട്. എങ്കിൽ കൂടി സൾഫറിന് വേറൊന്നും പറയാനില്ലാത്തതുകൊണ്ട് അതിന് സൗണ്ട്നെസ് എന്ന് പറയാം. സൗണ്ട്നെസ് എന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു മോൾഡിലേക്ക് നമ്മൾ സിമെന്റ് മിക്സ് ചെയ്ത് നിറച്ചു കഴിഞ്ഞാൽ അതിന്റെ വോളിയം കൂടുകയോ കുറയുകയോ ചെയ്തു കഴിഞ്ഞാൽ അത് അൺസൗണ്ട് ആണെന്ന് പറയാം. ഈ കൂടുന്നുമില്ല കുറയുന്നുമില്ല, അത് കൃത്യം എത്രയാണോ ആ വോളിയം നിറച്ചു വെച്ചിരുന്നത് അത്രയും തന്നെ അത് റിട്ടൈൻ ചെയ്ത് നിൽക്കുന്നുണ്ടെങ്കിൽ ഒരു M³ ആണ് നമ്മൾ നിറച്ച വോളിയം, ഒരു M³ തന്നെയാണ് കോൺക്രീറ്റ് ഉണങ്ങി കഴിഞ്ഞപ്പോഴെങ്കിലും, കോൺക്രീറ്റ് അല്ലെങ്കിൽ സിമെന്റ് മോട്ടാർ ഉണങ്ങി കഴിഞ്ഞപ്പോൾ ആ ഒരു M³ തന്നെ ഉണ്ടെങ്കിൽ നമുക്ക് അതിനെ സൗണ്ടാന്ന് പറയാം. അത് ഉറപ്പുള്ളതാണ്. അതിന് വോളിയം ചേഞ്ച് ഇല്ല. വോളിയം ചേഞ്ച് സംഭവിക്കുകയാണെങ്കിൽ അത് അൺസൗണ്ട്. അപ്പോൾ വോളിയം ചേഞ്ച് സംഭവിക്കാതെ ഹെൽപ്പ് ചെയ്യുന്നത് ശരിക്കും സൾഫർ ആണ്. പക്ഷെ സൾഫറിന്റെ കണ്ടന്റ് കൂടുന്നതിനനുസരിച്ച് സൗണ്ട്നെസ് എന്ന് പറഞ്ഞ ആ ഒരു പ്രോപ്പർട്ടി ഇല്ലാണ്ടാവുകയും ചെയ്യും. ഈ ആൽക്കലിക് ഓക്സൈഡും ഇതേപോലെ തന്നെ അതിന്റെ കണ്ടന്റ് 1% കൂടാൻ പാടില്ല. ഇനി ഇവയ്ക്കെല്ലാം ഒരു പ്രോപ്പർട്ടി ഇമ്പാർട്ട് ചെയ്യുന്ന പ്രോപ്പർട്ടിയെ കുറിച്ച് മാത്രമല്ല, ഇവ പ്രതിദാനം ചെയ്യുന്ന പ്രോപ്പർട്ടിയെ കുറിച്ച് മാത്രമേ നമ്മൾ പറഞ്ഞുള്ളൂ. ഇവ കൂടിക്കഴിഞ്ഞാൽ, ഇതിൽ ഈ 8 ഇൻഗ്രീഡിയൻസിൽ ചിലത് കൂടിക്കഴിഞ്ഞാൽ നമ്മളുടെ സിമെന്റിനെ മോശമായ അവസ്ഥയിലേക്ക് കൊണ്ടുപോകും. അപ്പൊ അവ കൂടി കാണാം. ലൈമിന്റെ കണ്ടന്റ് കൂടുകയാണെങ്കിൽ അൺസൗണ്ട്നെസ് ആയിരിക്കും പ്രതിദാനം ചെയ്യുന്നത്. ലൈം കൂടിക്കഴിഞ്ഞാൽ സൾഫറിന്റെ കേസ് പറഞ്ഞോണൊക്കെ തന്നെ അൺസൗണ്ട് ആയിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുപോകും. ലൈം കൂടിയാൽ അൺസൗണ്ട് ആവും. കൂടുതൽ ലൈം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ വോളിയം എക്സ്പാൻഷൻ ഒക്കെ സംഭവിക്കും നമ്മളുടെ സിമെന്റ് കൊണ്ടുണ്ടാക്കിയ കോൺക്രീറ്റ് ആയാലും മോട്ടാർ ആയാലും. ഇനി സിലിക്ക കൂടിക്കഴിഞ്ഞാൽ സിലിക്കയുടെ ഇൻക്രീസ് കൊണ്ട് സെറ്റിംഗ് ടൈമിനെയാണ് ഇൻക്രീസ് ചെയ്യുന്നത്. സെറ്റിംഗ് ടൈം ഇൻക്രീസ് ചെയ്യുകയാണ്. എക്സസ് സിലിക്ക മൂലം സെറ്റിംഗ് ടൈം കൂടും. അതേപോലെ തന്നെ മഗ്നീഷ്യം സൾഫറും അൺസൗണ്ട്നെസ്സിന് കാരണമാകും. അപ്പൊ ഇതിനകത്ത് പ്രധാനം ഏതാന്ന് വെച്ച് കഴിഞ്ഞാല് ലൈം തന്നെയാണ്. സൗണ്ട്നെസ്സിന് ഏറ്റവും കൂടുതൽ കാരണമാകുന്നത് ലൈമാണ്. ലൈം നമുക്കറിയാം, വെള്ളം ഒഴിക്കുമ്പോൾ തന്നെ ലൈം എന്ന് പറയുന്ന സാധനം അങ്ങ് വികസിക്കും. വോളിയം കൂടുന്നതായിട്ട് കാണാൻ സാധിക്കും. അപ്പൊ അങ്ങനെ വോളിയം കൂടും, വെള്ളം പോയി കഴിയുമ്പോൾ അത് ചുരുങ്ങും. അപ്പൊ ആ ഒരു വോളിയം എക്സ്പാൻഷനോ അല്ലെ കൺട്രാക്ഷനോ സംഭവിക്കുകയാണെങ്കിൽ അതിന് വോളിയം റിട്ടൈൻ ചെയ്യാൻ പറ്റുന്നില്ലെന്ന് വേണം പറയാൻ. അങ്ങനെ വോളിയം റിട്ടൈൻ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് പോകുമ്പോൾ എന്തെന്ന് പറയും, അതിനെ അൺസൗണ്ട്നെസ് എന്ന് പറയും. അപ്പൊ ഈ ഒരു ഭാഗം വളരെ ഇമ്പോർട്ടന്റ് ആണ്. കോൺസ്റ്റിറ്റ്യൂവൻസ് ഓഫ് OPC എന്ന് പറയുന്നത് പ്രധാനമായിട്ടും ഇതിന്റെ ഒരു പെർസെൻറ്റേജ് പഠിച്ചു വെക്കണം. അതുപോലെ തന്നെ ഇതിനകത്ത് ഏറ്റവും കൂടുതലുള്ളത് ലൈം ആണല്ലേ. ലൈം ആയതുകൊണ്ട് തന്നെ നമുക്ക് ഒരു കാര്യം കൂടെ ഓർത്തു വെക്കാം. മേജർ ആയിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂവന്റ് ഏതാന്ന് വെച്ചാൽ, മേജർ എന്ന് പറഞ്ഞാൽ എന്താ, ഭൂരിഭാഗവും കവർ ചെയ്തിരിക്കുന്ന കോൺസ്റ്റിറ്റ്യൂവന്റ് എന്ന് വേണം പറയാം. മേജർ കോൺസ്റ്റിറ്റ്യൂവന്റ് എന്ന് പറയുന്നത് ലൈമാന്ന് പറയാം. ലൈമാണ് മേജർ കോൺസ്റ്റിറ്റ്യൂവന്റ്. ഇനി ഇതൊന്ന് ഓർത്തു വെക്കാനായിട്ട്, ഈ ഓർഡറിൽ തന്നെ ഓർത്തു വെക്കാനായിട്ട് ലൈം, സിലിക്ക, അലുമിന, ജിപ്സം, അയൺ, മാഗ്നീഷ്യം, ഈ 6ാമത്തെ കോൺസ്റ്റന്റ് വരെ ഒന്ന് ഓർത്തു വെക്കാൻ ഒരു കോഡും കൂടെ പഠിച്ചു വെക്കാം. LI, ലൈമിന്റെ LI, അതുപോലെ സിലിക്കയുടെ S, അലുമിനയുടെ A, അതുപോലെ ജിപ്സത്തിന്റെ G, അയൺ ഓക്സൈഡിന്റെ I, അതുപോലെ മഗ്നീഷ്യയുടെ M കൂടെ ചേർത്തിട്ട് ലിസാജിം എന്ന് ഓർത്തിരിക്കാം. ലിസാജിം എന്ന് ഓർത്തിരുന്നു കഴിഞ്ഞാൽ നമുക്ക് എഴുതാൻ പറ്റും. കോഡ് ഓർത്തിരുന്ന ഒരുപക്ഷെ എക്സാമിന് സ്ട്രൈക്ക് ചെയ്യുന്നത് എപ്പോഴും കോഡുകളായിരിക്കും. ലിസാജിമ്മിൽ LI ഫോർ ലൈം ഏറ്റവും കൂടുതലുള്ള ഏതാണെന്നപ്പോൾ ഓർത്ത് വെക്കാം, ലിസാജിം ആണ്. ഓക്കെ, അപ്പൊ LI ആണ് ഏറ്റവും കൂടുതലുള്ള, അതാണ് മേജർ. അങ്ങനെ ഓർത്തിരിക്കാം. അപ്പൊ LI ഫോർ ലൈം, S ഫോർ സിലിക്ക, A ഫോർ അലുമിന, G ഫോർ ജിപ്സം, I ഫോർ അയൺ ഓക്സൈഡ്, M ഫോർ മഗ്നീഷ്യം. അപ്പൊ ഈ കോൺസ്റ്റിറ്റ്യൂവൻസിനെ നല്ലോണം നോക്കുക, ഈ കോൺസ്റ്റിറ്റ്യൂവന്റ് പ്രവർത്തനങ്ങൾ നോക്കുക. നമുക്ക് ടെസ്റ്റ് പഠിക്കാൻ നേരത്ത് ഇവയിൽ നിന്ന് കുറച്ച് കാര്യങ്ങൾ ഉൾക്കൊണ്ട് വേണം ടെസ്റ്റ് പഠിക്കേണ്ടത്. അപ്പൊ ടെസ്റ്റ് സമയം ആകുമ്പോഴത്തേക്ക് അടുത്ത ക്ലാസ്സുകളിൽ നമ്മൾ ടെസ്റ്റ് കാണും. അപ്പം അപ്പോഴത്തേക്ക് ഈ ഒരു ഇൻഗ്രീഡിയൻസിന്റെ പ്രോപ്പർട്ടീസും കാര്യങ്ങളും ഒന്നും മനസ്സിലാക്കി വെച്ചേക്കുക കേട്ടോ. ഇപ്പൊ 2ാമത്തെ പാർട്ട് എന്ന് പറയുന്നത് മാനുഫാക്ചറിങ് ആണ്. സിമെന്റിന്റെ മാനുഫാക്ചറിങ്. അപ്പൊ നമ്മൾ ആദ്യമേ എന്തൊക്കെ കൊണ്ടാണ് നിർമ്മിക്കുന്നതെന്ന് കണ്ടു, കോൺസ്റ്റിറ്റ്യൂവൻസ് കണ്ടു. ഇനി മാനുഫാക്ചറിങ്ങിലേക്ക് പോവാണ്. സിമെന്റ് മാനുഫാക്ചറിങ് ചെയ്യുന്ന 2 പ്രോസസ്സായിട്ടാണ് വെറ്റ് പ്രോസസ്സും ഡ്രൈ പ്രോസസ്സും. വെറ്റ് പ്രോസസ്സും ഡ്രൈ പ്രോസസ്സുമാണ് 2 പ്രോസസ്സുകൾ. ഇനി ഇവിടെ CM, AM എന്ന് പറഞ്ഞേക്കുന്നത് കൽക്കാരിയസ് മെറ്റീരിയലും CMM-ഉം AM-നെ അർജിലേഷ്യസ് മെറ്റീരിയൽ എന്നാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. CM കൽക്കാരിയസ് മെറ്റീരിയൽ, സിമെന്റ് നിർമ്മിക്കാൻ വേണ്ടി വരുന്ന കൽക്കാരിയസ് മെറ്റീരിയൽസ് നമ്മൾ കണ്ടു, ലൈമാണല്ലേ. കാൽഷ്യം കണ്ടന്റ് അടങ്ങിയവയാണ് കൽക്കാരിയസ് മെറ്റീരിയൽ. ഇനി ആർജിലേഷ്യസ് ആണെങ്കിൽ ക്ലേ കണ്ടന്റ്,
ആർജിൽ എന്ന് വെച്ചാൽ ക്ലേ ആണല്ലേ, ക്ലേ കണ്ടന്റ് അടങ്ങിയാണ് ആർജിലേഷ്യസ് മെറ്റീരിയൽ. അപ്പം കൽക്കാരിയസ് മെറ്റീരിയലും ആർജിലേഷ്യസ് മെറ്റീരിയലും ആണ് സിമെന്റ് ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. ആർജിലേഷ്യസ് മെറ്റീരിയൽ പെട്ടതാണ് അലുമിനിയം സിലിക്കയൊക്കെ. സോ ഇവ വെറ്റ് പ്രോസസ്സിന്റെ കേസ് നമുക്ക് നോക്കാം. വെറ്റ് പ്രോസസ്സിന്റെ കേസിലാണെങ്കിൽ കൽക്കാരിയസ് മെറ്റീരിയലും ആർജിലേഷ്യസ് മെറ്റീരിയലും കൂടെ വാഷ് ചെയ്യും ആദ്യം. ഇതാണ് വെറ്റ്. നനയുന്ന അവസ്ഥയിലേക്ക് പോകും. രണ്ട് ഇൻഗ്രീഡിയൻസും നനയ്ക്കും. നനച്ച് വാഷ് ചെയ്ത് വൃത്തിയാക്കിയ ശേഷം കൽക്കാരിയസ് മെറ്റീരിയൽസ് സിലോസിലേക്കും ആർജിലേഷ്യസ് മെറ്റീരിയൽ ഒരു ബേസിനിലേക്കുമാണ് മാറ്റുന്നത്. അപ്പൊ കൽക്കാരിയസ് മെറ്റീരിയൽസ് സ്റ്റോർ ചെയ്യുന്നത് സിലോസിലും ആർജിലേഷ്യസ് മെറ്റീരിയൽ ബേസിനിലേക്കും. എന്നതിന് ശേഷം ഇവ മിക്സിംഗ് ചാനലിലേക്ക് വരും. മിക്സിംഗ് ചാനലിൽ ഇവ ഒരു പേസ്റ്റ് അല്ലെങ്കിൽ ഒരു സ്ലറി പരുവത്തിലോട്ട് മാറും. സ്ലറി എന്ന് പറയുമ്പോഴത്തേക്ക് വെള്ളവും കൂടെ അടങ്ങിയിരിക്കുന്ന ഒരവസ്ഥ. അപ്പൊ സ്ലറി പരുവത്തിലേക്ക് മാറ്റിയതിനു ശേഷം അത് ക്ലിന്നിലേക്ക് പോവുകയായിരിക്കും ചെയ്യുന്നത്. ക്ലിൻ എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട പാർട്ടാണ്, നമ്മൾ കാണും അതിനെ ഡീറ്റെയിൽ ആയിട്ട്. അപ്പൊ ക്ലിന്നിലേക്ക് പോകും. അവിടെ വെച്ചിട്ട് ചൂടാക്കി അവിടെ നിന്ന് നമുക്ക് ഔട്ട്പുട്ടായിട്ട് സിമെന്റ് ക്ലിങ്കറുകളൊക്കെ ലഭിക്കുന്നു. അത് പൊടിച്ചെടുക്കുകയാണ് സിമെന്റ് ആവുന്നത്. അപ്പം കൽക്കാരിയസ് മെറ്റീരിയൽസും ആർജിലേഷ്യസ് മെറ്റീരിയലും വെറ്റ് പ്രോസസ്സിലാണെങ്കിൽ വാഷ് ചെയ്തതിനു ശേഷമാണ് ബാക്കി പ്രോസസ്സുകൾ പോകുന്നതെങ്കിൽ, ഡ്രൈ പ്രോസസ്സ് വരുമ്പോഴത്തേക്ക് കൽക്കാരിയസ് മെറ്റീരിയൽസും ആർജിലേഷ്യസ് മെറ്റീരിയലും ആദ്യം തന്നെ പൊടിക്കും. പൊടിക്കാനായിട്ട് ഉപയോഗിക്കുന്ന മില്ലിന്റെ പേര് ഇമ്പോർട്ടന്റ് ആണ്, ബോൾ ആൻഡ് ട്യൂബ് മിൽ. ഈ ബോൾ ആൻഡ് ട്യൂബ് മില്ലിലിട്ട് പൗഡർ ഫോമിലൊക്കെ ആക്കിയതിനു ശേഷം അത് സിലോസിൽ സ്റ്റോർ ചെയ്യും. ദെൻ അത് ക്ലിന്നിലേക്ക് പോകും. ഇതാണ് ഇവിടുത്തെ ഒരു പ്രോസസ്സ്. അപ്പം ബാൾ ആൻഡ് ട്യൂബിൽ ഒന്ന് ഓർത്തിരിക്കുക. അതുപോലെ വെറ്റ് പ്രോസസ്സിൽ വാഷ് ചെയ്തിട്ടായിരിക്കും അത് സ്ലറി ആക്കി മാറ്റുന്നത്, മിക്സ് ചെയ്യുന്നതും ഓർത്തിരിക്കാം. അപ്പൊ ഇവിടെ രണ്ട് പ്രോസസ്സിലായാലും അവസാനം ചെന്നെത്തിപ്പെടുന്നത് ക്ലിന്നിലാണ്. സിമെന്റിന്റെ പ്രൊഡക്ഷനിലെ മെയിൻ പാർട്ട് എന്ന് പറയുന്നത് ക്ലിന്നാണ്. അപ്പൊ ക്ലിന്ന് വളരെ ഇമ്പോർട്ടന്റ് ആണ്. മാനുഫാക്ചറിങ് ഓഫ് സിമെന്റ് എന്ന് പറഞ്ഞ പാർട്ടിലെ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ പഠിച്ചു വെക്കേണ്ടത് നമുക്ക് ക്ലിന്നിനെ പറ്റിയും ക്ലിന്നിന്റെ പ്രോപ്പർട്ടീസിനെ പറ്റിയാണ്. സിമെന്റിന്റെ നിർമ്മാണത്തിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ക്ലിന്നിന്റെ പേര് റോട്ടറി ക്ലിൻ എന്നാണ്. റോട്ടറി ക്ലിൻ എന്ന് പറഞ്ഞ ഒരു സിലിണ്ടറിക്കൽ ഷേപ്ഡ് ക്ലിന്നാണ്. 2.5 തൊട്ട് 3 മീറ്റർ വരെ ഡയമീറ്റർ വരുന്ന, 90 തൊട്ട് 120 മീറ്റർ വരെ നീളമുള്ള ഒരു പർട്ടിക്കുലർ സ്ലോപ്പിൽ 1/24 എന്ന് പറഞ്ഞ ആ ഒരു സ്ലോപ്പിൽ വെച്ചിരിക്കുന്ന ഒരു സിലിണ്ടർ. ഞാൻ സൈഡിലേക്ക് ഒന്ന് വരയ്ക്കാം. ഇതുപോലെ ഇരിക്കും ഏകദേശം. എന്ന് മാച്ച് ചെയ്യുക. താഴെ ഇങ്ങനെ ഉറപ്പിച്ചിരിക്കുകയാണ്. 1/24 ആണ് ഈ സ്ലോപ്പ്. ഡയമീറ്റർ എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു 2.5 to 3 ആണ്. നീളം എന്ന് പറയുന്നത് 90 to 120 മീറ്റർ ആണ്. അപ്പൊ ഇങ്ങനെ വെച്ചിരിക്കുന്ന ക്ലിന്നാണ്. ഈ ക്ലിന്നിന്റെ ഏറ്റവും മുകളിലത്തെ ഭാഗത്തൂടെയാണ് നമ്മളുടെ മെറ്റീരിയൽസ് ഒന്നെങ്കിൽ വാഷ് ചെയ്ത് സ്ലറി ആക്കിയതോ അല്ലെങ്കിൽ ബാൾ ആൻഡ് ട്യൂബിലിട്ട് പൗഡർ ചെയ്ത മെറ്റീരിയൽസ് നിറയ്ക്കുന്നത്. അതോടൊപ്പം തന്നെ ഇതിന്റെ ഫ്യൂവലും നിറയ്ക്കും. ഇത് കത്തിച്ചെടുക്കാനുള്ള ഫ്യൂവലും നിറയ്ക്കും. ഇതിന്റെ ഏറ്റവും ടോപ്പ് പോർഷൻ, അതായത് ഏറ്റവും ഉയർന്നിരിക്കുന്ന ഭാഗത്തെ ടെമ്പറേച്ചർ 1200 ഡിഗ്രി സെൽഷ്യസ് ആണ്. താഴേക്ക് പോകുന്നതിനനുസരിച്ച് അത് കൂടി 1400 ഡിഗ്രി സെൽഷ്യസ് ആവും. അപ്പൊ ക്ലീൻ ടെമ്പറേച്ചർ എത്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1200 തൊട്ട് 1400 ഡിഗ്രി സെൽഷ്യസ് വരെയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു സിലിക്ക എന്ന് പറഞ്ഞ മെറ്റീരിയൽ കോൺസ്റ്റുവന്റ് മെൽറ്റ് ആവണമെങ്കിൽ 1700 മേളിൽ ഡിഗ്രി സെൽഷ്യസിൽ ടെമ്പറേച്ചർ ചെന്നാലേ പറ്റത്തുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ അതിനെ ടെമ്പറേച്ചർ കൂട്ടാൻ വേണ്ടി സഹായിക്കുന്നതാണത് ഫ്ലെക്സ് ആയിട്ടുള്ള അലുമിന എന്ന് പറഞ്ഞു അല്ലേ ഇവിടെ. അതുകൊണ്ടാണ് ടെമ്പറേച്ചർ നമുക്ക് ക്ലിനിൽ അവൈലബിൾ ആയിട്ടുള്ള 1400 ഡിഗ്രി സെൽഷ്യസ് വരെ ഉള്ളൂ. അതുകൊണ്ടാണ് അലുമിന അവിടെ ഫ്ലെക്സ് ആയിട്ട് ആക്ട് ചെയ്ത് സിലിക്കയെ മെൽറ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ്, ഈ ഒരു സിലിണ്ടർ എന്ന് പറഞ്ഞത് കണ്ടിന്യൂസ് ആയിട്ട് റൊട്ടേറ്റ് ചെയ്തിട്ടിരിക്കുക. റൊട്ടേറ്റ് ചെയ്യുന്നത് 3 RPM ആണ്. 3 RPM. RPM എന്ന് വെച്ചാൽ റൊട്ടേഷൻസ് പെർ മിനിറ്റ്. 3 റൊട്ടേഷൻസ് പെർ മിനിറ്റിൽ വളരെ സ്ലോയിൽ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ ഉപയോഗിക്കുന്ന ഫ്യൂവൽ എന്ന് പറയുന്നത് കോളാണ്. കോൾ ഉപയോഗിക്കുന്നതിന്റെ ക്വാണ്ടിറ്റി കൂടുന്നതിനനുസരിച്ച് നമ്മുടെ സിമെന്റിന്റെ കളറിനും വ്യത്യാസം വരും. വൈറ്റ് സിമെന്റ് ആണെങ്കിൽ നമ്മൾ കോൾ ആയിരിക്കത്തില്ല ഉപയോഗിക്കുന്നത്, ഏതെങ്കിലും ഓയിൽ ഫ്യൂവൽ ആയിരിക്കും ഉപയോഗിക്കുന്നത്. വൈറ്റ് സിമെന്റ് ആണെങ്കിൽ ഓയിൽ ഫ്യൂവൽ ആയിരിക്കും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കോളിന്റെ കളറാണ് ശരിക്കും സിമെന്റിന് ആ ഒരു ഗ്രേയിഷ് കളർ കൊടുക്കുന്നതെന്ന് വേണേൽ പറയാം. ചിലർ പറഞ്ഞു കേട്ടിട്ടുണ്ടായിരിക്കും കളർ, സിമെന്റിന്റെ കളർ നല്ല ഡാർക്ക് ഗ്രേ ആണെങ്കിൽ അത് വളരെ നല്ല സിമെന്റ് ആണ്, ലൈറ്റ് ഗ്രേ ആണെങ്കിൽ അതിന് സ്ട്രെങ്ത് ഇല്ലെന്നൊക്കെ. ഒന്നുമല്ല. കാരണം ലൈറ്റ് ആണെങ്കിൽ അതിനകത്ത് കോള് കുറവാണ്. കോൾ എന്ന് പറയുന്നത് സിമെന്റിനെ സംബന്ധിച്ചോളം പ്രൊഡ്യൂസ് ചെയ്യാൻ നേരത്ത് ഉണ്ടാകുന്ന ഒരു എന്താ പറയുക വേസ്റ്റ് ആണ്. അതൊരു വേസ്റ്റ് ആണ്. അതിനകത്ത് പ്രത്യേകിച്ച് ഒന്നും ഇമ്പാർട്ട് ചെയ്യാത്ത ഒരു വേസ്റ്റ് ആണ്. അപ്പൊ ആ വേസ്റ്റ് കൂടുന്നത് മൂലമാണ് കളർ കൂടുന്നതെന്ന് വേണേൽ പറയാം. അതുകൊണ്ട് തന്നെ നമുക്കത് കോള് കൂടിയ അല്ലെ കളർ കൂടിയ സിമെന്റ് എന്ന് നോക്കാം. കോള് കുറഞ്ഞത് കളർ കുറഞ്ഞ സിമെന്റ് എന്നൊന്നുമില്ല. ആസ് പെർ സ്റ്റാൻഡേർഡ് ആണ് അത് ഇറക്കുന്നതെങ്കിൽ
IS 8112 പ്രകാരമാണ് സിമെന്റ് ഇറക്കിയെങ്കിൽ ഉറപ്പായിട്ടും പറയാതെ OPC 43 ആയിരിക്കും. അതിന്റെ സ്ട്രെങ്തിനോ മറ്റോ ഒന്നും വ്യത്യാസം വരത്തില്ല. ആസ് പെർ സ്റ്റാൻഡേർഡ് ആയിരിക്കും. കളർ വ്യത്യാസം വന്നെന്ന് പറഞ്ഞ് പ്രശ്നമില്ല. അപ്പൊ കളറിന് യാതൊരു കാര്യമില്ല. അതിനകത്ത് കരി ആഡ് ചെയ്യുന്നു ഇല്ല എന്നുള്ളത് വെച്ചിട്ടായിരിക്കും കളർ വരുന്നത്. ഓർത്തിരിക്കേണ്ടതാണ്, വൈറ്റ് സിമെന്റ് ആണെങ്കിൽ അവിടെ ഓയിൽ ഫ്യൂവൽസ് ആയിരിക്കും ഉപയോഗിക്കുന്നത്. ഇനി ഈ ഒരു ക്ലിങ്കറിന്റെ എൻഡിലായിട്ട് നമുക്ക് എന്ത് കിട്ടും? നമ്മൾ ഫില്ല് ചെയ്ത റോ മെറ്റീരിയൽസ് ഫില്ല് ചെയ്ത മേളിലാണ് അവസാനം നമുക്ക് ക്ലിങ്കറുകൾ കിട്ടും. സിമെന്റ് ക്ലിങ്കറുകൾ കിട്ടും. സിമെന്റ് ക്ലിങ്കറുകൾ കിട്ടും. അത് ഉരുണ്ട് കട്ടയായിട്ട് കിടക്കുന്ന ലംസ് ആയിട്ട് കിടക്കുന്ന സിമെന്റ് ആണ്. ഇവയെ വീണ്ടും നമ്മൾ ബാൾ ആൻഡ് ട്യൂബ് മില്ലിലിട്ട് പൊടിക്കും. പൊടിച്ചതിന്റെ ഒപ്പം തന്നെ നമ്മൾ ജിപ്സം ആഡ് ചെയ്യും. ജിപ്സം ആഡ് ചെയ്യുന്ന സ്റ്റേജ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ചിലപ്പോൾ ചോദിക്കാം, ജിപ്സം എപ്പോഴാണ് ആഡ് ചെയ്യുന്നത്? മാനുഫാക്ചറിങ്ങിൽ ക്ലിങ്കർ പൊടിക്കുന്ന സമയത്താണ്. ക്ലിങ്കറിനകത്തല്ല മിക്സ് ചെയ്യുന്നത്, റോ മെറ്റീരിയലിന്റെ കൂടെ അല്ല അത് മിക്സ് ചെയ്യുന്നത്. ബാൾ ആൻഡ് ട്യൂബ് മില്ലിട്ട് അത് പൊടിച്ച് അതിന്റെ കൂടാണ് എന്ത് ജിപ്സം ആഡ് ചെയ്യുന്നത്. ഈ ജിപ്സവും കൂടെ ആഡ് ചെയ്തതിന് ശേഷം ഇത് പാക്കിങ്ങിന് പോവുകയാണ്. ഇത് പാക്ക് ചെയ്ത് 50 കിലോ ചാക്കുകളിലാക്കി ഇത് പാക്ക് ചെയ്യപ്പെടും. അപ്പൊ ഇതാണ് ഒരു സിമെന്റിന്റെ മാനുഫാക്ചറിങ് എന്ന് പറയുന്നത്. ഈ ഒരു ഭാഗത്തുനിന്ന് നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ കോൺസ്റ്റുവന്റിന്റെ ഭാഗത്തുനിന്ന് ഒരു ക്വസ്റ്റ്യൻ എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. നമുക്കൊരു കാര്യം ചെയ്യാം, ഇതിനകത്തു നിന്നുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടി ഒന്ന് കാണാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, 1 ക്യൂബിക് മീറ്റർ ഓഫ് പോർട്ട്ലാൻഡ് സിമെന്റ് വെയ്സ്. 1 ക്യൂബിക് മീറ്റർ പോർട്ട്ലാൻഡ് സിമെന്റിന്റെ ഭാരമാണ്. ഓപ്ഷൻ എ 1660 കിലോഗ്രാം, ഓപ്ഷൻ ബി 1220 കിലോഗ്രാം, ഓപ്ഷൻ സി 1440 കിലോഗ്രാം, ഓപ്ഷൻ ഡി 7650 കിലോഗ്രാം. അതെ, ഓപ്ഷൻ സി 1440 കിലോഗ്രാം ആണ് അല്ലെ. ഡെൻസിറ്റി എന്താന്ന് പറഞ്ഞായിരുന്നു? 1440 കിലോഗ്രാം ആണ് 1 മീറ്റർ ക്യൂബിലുള്ളത് അല്ലെ. ഇവിടെ ചോദിച്ചിരിക്കുന്നത് എന്താ? 1 മീറ്റർ ക്യൂബിലുള്ള സിമെന്റിന്റെ ഭാരം. 1 മീറ്റർ ക്യൂബിലുള്ളത് 1440 കിലോഗ്രാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ദ ഇൻഗ്രീഡിയന്റ് ആഡഡ് ഇൻ ദ മാനുഫാക്ചറിംഗ് പ്രോസസ് ടു കൺട്രോൾ ദ സെറ്റിംഗ് ടൈം ഓഫ് സിമെന്റ്. സിമെന്റിന്റെ സെറ്റിംഗ് ടൈം കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഇൻഗ്രീഡിയന്റ് ഏതാണ്? ഓപ്ഷൻ എ അലുമിന, ഓപ്ഷൻ ബി ഫ്രീ ലൈം, ഓപ്ഷൻ സി ജിപ്സം, ഓപ്ഷൻ ഡി മഗ്നീഷ്യം സൾഫേറ്റ്. അതെ, ഓപ്ഷൻ സി ആണ്, ജിപ്സം ആണ് എന്ത് സെറ്റിംഗ് ടൈം കൺട്രോൾ ചെയ്യാൻ ഉപയോഗിക്കുന്നത്. അലുമിനയുടെ അറിയാം, അലുമിന ഒരു ഫ്ലക്സ് ആണ്. ഫ്രീ ലൈം എന്ന് പറയുന്നത് നമ്മൾ കണ്ടു, അതിനകത്ത് മെയിൻ ഇൻഗ്രീഡിയന്റ് ബൈൻഡിങ് പ്രോപ്പർട്ടി നൽകുന്നതാണ്. മഗ്നീഷ്യ എന്ന് പറയുന്ന സാധനമാണ്, മഗ്നീഷ്യം സൾഫേറ്റ് അല്ല. മഗ്നീഷ്യ എന്ന് പറയുന്ന സാധനമായിരുന്നെങ്കിൽ അത് കളർ ഹാർഡ്നെസ്സും ആണ് ഇമ്പാർട്ട് ചെയ്യുന്നത്. ഇവിടെ ജിപ്സം ആണ് സെറ്റിംഗ് ടൈമിനെ കൺട്രോൾ ചെയ്യാൻ റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ദ വോളിയം ഓഫ് 1 ബാഗ് ഓഫ് സിമെന്റ് വെയ്സ് 50 kg. ഒരു 50 കിലോ ഭാരമുള്ള സിമെന്റ് ബാഗിന്റെ വോളിയം ആണ് ചോദിച്ചത്. ഓപ്ഷൻ എ 0.04 m3, ഓപ്ഷൻ ബി 0.025 m3, ഓപ്ഷൻ സി 0.0345 m3, ഓപ്ഷൻ ഡി 0.05 m3. ഇവിടുത്തെ ഉത്തരം ഡയറക്റ്റ് നമ്മൾ പഠിച്ചില്ല, പക്ഷെ നമ്മൾ പറഞ്ഞിരുന്നു 50 കിലോഗ്രാം ഭാരം ഉണ്ടെങ്കിൽ അതിന് 35 ലിറ്റർ ആയിരിക്കും കപ്പാസിറ്റി അല്ലേ. അതെ, 1000 ലിറ്റർ എന്ന് പറയുന്നത് 1 m3. അപ്പൊ 1 ലിറ്റർ എന്ന് പറയുന്നത് 1/1000 m3. അങ്ങനെയാണെങ്കിൽ 35 ലിറ്റർ എന്ന് പറയുന്നത് 35/1000 m3 എന്ന് പറയാം. 35/1000 m3 എന്ന് പറയുമ്പോഴത്തേക്ക് 0.035 m3. അപ്പൊ ഇതിനോട് അടുത്ത് നിൽക്കുന്ന വാല്യൂ ഉണ്ടെങ്കിൽ അത് നോക്കാം. ഓപ്ഷൻ എ 0.04 ആണ്, ഓപ്ഷൻ ബി 0.025 ആണ്, ഓപ്ഷൻ സി വരുമ്പോഴത്തേക്ക് 0.0345, ഓൾമോസ്റ്റ് 0.035 അടുത്തേക്കുന്നു. അപ്പോൾ ഓപ്ഷൻ സി നമുക്ക് ചൂസ് ചെയ്യാം. മിക്കപ്പോഴും ക്വസ്റ്റ്യനിന്റെ ആൻസർ ഇങ്ങനെ ആയിരിക്കും. നമുക്ക് റീഡിങ്ങുകളും കാൽക്കുലേഷനും ഒക്കെ വരുമ്പോൾ നമ്മുടെ എക്സാക്ട് ആൻസർ ആയിരിക്കത്തില്ല. അതിൽ നിന്ന് അടുത്തിരിക്കുന്ന റീഡിങ് ഏതാണോ അതിനെ ഓപ്റ്റ് ചെയ്യാൻ നോക്കണം. നാലാമത്തെ ക്വസ്റ്റ്യൻ, ഇൻ ദ മാനുഫാക്ചറിങ് ഓഫ് സിമെന്റ് ബേണിംഗ് പ്രോസസ് ഈസ് ക്യാരിഡ് ഔട്ട് ഇൻ. ബേണിംഗ് പ്രോസസ് എവിടാണ് അത് സിമെന്റിന്റെ പ്രൊഡക്ഷൻ? ഓപ്ഷൻ എ റോട്ടറി ക്ലീൻ, ഓപ്ഷൻ ബി ബുൾസ്ട്രെഞ്ച് ക്ലീൻ, ഓപ്ഷൻ സി ഹോഫ്മാൻസ് ക്ലീൻ, ഓപ്ഷൻ ബി ടണൽ ക്ലീൻ. ഓപ്ഷൻ എ റോട്ടറി ക്ലീൻ ആണ്. റോട്ടറി ക്ലീനിന് മാത്രമേ നമ്മൾ കണ്ടു അല്ലേ. ബുൾസ്ട്രെഞ്ചും ഹോഫ്മാനും എല്ലാം നമ്മൾ ബ്രിക്കിലാണ് പഠിക്കുന്നത്. ബ്രിക്കിന്റെ നിർമ്മാണമായിട്ട് ബന്ധപ്പെട്ടുള്ളതാണ്. ഓപ്ഷൻ എ റോട്ടറി ക്ലീൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ കെമിക്കൽ റിയാക്ഷൻ ബിറ്റ്വീൻ സിമെന്റ് ആൻഡ് വാട്ടർ ഈസ് ഫേമസ്. ഓപ്ഷൻ എ ബൾക്കിംഗ്, ഓപ്ഷൻ ബി ഓക്സിഡേഷൻ, ഓപ്ഷൻ സി ഹൈഡ്രേഷൻ, ഓപ്ഷൻ ഡി കാർബണൈസേഷൻ.
അതെ, ഓപ്ഷൻ സി ഹൈഡ്രേഷൻ ആണ്. നമ്മൾ ആ ഒരു ഹൈഡ്രേഷൻ മാത്രമേ പറഞ്ഞുള്ളൂ ഫസ്റ്റ് പാർട്ടിൽ. ബൾക്കിങ്ങോ ഓക്സിഡൈസേഷനോ കാർബണൈസേഷനോ ഒന്നും സിമെന്റിന്റെ കെമിക്കൽ റിയാക്ഷനായിട്ട് ബന്ധപ്പെട്ടതല്ല. ആറാമത്തേത്, ഫോർ പ്രാക്ടിക്കൽ പർപ്പസ് 1 cubic meter ഓഫ് പോർട്ട്ലാൻഡ് സിമെന്റ് ഈസ് ഈക്വൽ ടു എത്ര ആണെന്ന്, ഈക്വലൻ ടു എത്ര ആണെന്ന്. 1 m³ പോർട്ട്ലാൻഡ് സിമെന്റ് എത്ര ബാഗ് ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ 10 bags, ഓപ്ഷൻ ബി 15 bags, ഓപ്ഷൻ സി 25 bags, ഓപ്ഷൻ ഡി 30 bags. നമ്മൾ നോക്കിയിരുന്നു 29 ബാഗ് ആയിരുന്നു പറഞ്ഞിരുന്നത്. പക്ഷെ ഞാൻ പറഞ്ഞു 29 അല്ല, അടുത്തുള്ള റീഡിങ് 30 ആണ്. അപ്പൊ 30 എടുക്കാം. 30 ആണ് മിക്കപ്പോഴും ആൻസർ ആയിട്ട് കാണുന്നത്. 29 എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണത്തില്ല. ഓപ്ഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓപ്റ്റ് ചെയ്യാവുന്നതാണ് 29 ബാഗ്സ്. ഇപ്പൊ ഇവിടെ ഇല്ലാത്തതുകൊണ്ട് നമുക്ക് 30 എടുക്കാം. ഏഴാമത്തെ ക്വസ്റ്റ്യൻ, ഡ്യൂറിംഗ് ദ മാനുഫാക്ചറിംഗ് പ്രോസസ് ഓഫ് പോർട്ട്ലാൻഡ് സിമെന്റ് ജിപ്സം ഈസ് ആഡഡ് ടു. ജിപ്സം എന്തിനു വേണ്ടിയാണ് ആഡ് ചെയ്യുന്നത്? ഓപ്ഷൻ എ ടു ഇൻക്രീസ് സ്ട്രെങ്ത് ഓഫ് സിമെന്റ്, ഓപ്ഷൻ ബി ടു മോഡിഫൈ ദ കളർ ഓഫ് സിമെന്റ്, ഓപ്ഷൻ സി ടു അഡ്ജസ്റ്റ് ദ സെറ്റിംഗ് ടൈം ഓഫ് സിമെന്റ്, ഓപ്ഷൻ ഡി ടു റെഡ്യൂസ് ദ ഹീറ്റ് ഓഫ് ഹൈഡ്രേഷൻ. ജിപ്സം ആഡ് ചെയ്യുന്നത് ടു അഡ്ജസ്റ്റ് ദ സെറ്റിംഗ് ടൈം ആണ്. സ്ട്രെങ്ത് ഇൻക്രീസ് ചെയ്യാനായിട്ട് നമുക്ക് സിലിക്ക കണ്ടന്റും, കളറൊക്കെ ആണെങ്കിൽ അത് മഗ്നീഷ്യ സൾഫറും, ഹീറ്റ് ഓഫ് ഹൈഡ്രേഷൻ ആണെങ്കിൽ അലൂമിനിയം കൂട്ടിയോ കുറയ്ക്കുകയോ ചെയ്താൽ മതിയാവും. അത് ഇവിടെ നമുക്ക് ജിപ്സം ഉപയോഗിച്ച് സെറ്റിംഗ് ടൈമിനെ റെഗുലേറ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ കൺട്രോൾ ചെയ്യാൻ, അല്ലെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. എട്ടാമത്തെ ക്വസ്റ്റ്യൻ, ദ വെയിറ്റ് ഓഫ് 1 bag ഓഫ് സിമെന്റ്. ഈസി ആണല്ലേ, ഓപ്ഷൻ നോക്കിയ പോലും വേണ്ട. ഒരു ബാഗ് ഓഫ് സിമെന്റിന്റെ വെയിറ്റ് എത്രയാണ്? ഓപ്ഷൻ സി 50 kg ആണ്. ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ, ദ കോമൺലി യൂസ്ഡ് റോ മെറ്റീരിയൽ ഇൻ മാനുഫാക്ചർ ഓഫ് സിമെന്റ് ഈസ്. സിമെന്റിന്റെ മാനുഫാക്ചറിൽ ഉപയോഗിക്കുന്ന റോ മെറ്റീരിയൽ ഏതാണ്? ഓപ്ഷൻ എ സ്ലേറ്റ്, ഓപ്ഷൻ ബി സാൻഡ്സ്റ്റോൺ, ഓപ്ഷൻ സി ലൈംസ്റ്റോൺ, ഓപ്ഷൻ ഡി ബസാൾട്ട്. ഇത് ഒരു ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. നമുക്കറിയാം, നമുക്ക് സിമെന്റിന് വേണ്ട ഏറ്റവും കൂടുതൽ വേണ്ടത് ലൈമാണ്. ലൈം എവിടുന്ന് കിട്ടുന്നു? ലൈംസ്റ്റോണിൽ നിന്ന്. അപ്പൊ ലൈംസ്റ്റോൺ ആണെന്ന് മോസ്റ്റ്ലി യൂസ്ഡ് റോ മെറ്റീരിയൽ എന്ന് പറയുന്നത്. സ്ലേറ്റോ സാൻഡ്സ്റ്റോണോ ബസാൾട്ടോ അല്ല. പത്താമത്തെ ക്വസ്റ്റ്യൻ, സിലിക്ക കണ്ടന്റ് ഇൻ പെർസെന്റേജ് റിക്വയർഡ് ഫോർ മാനുഫാക്ചറിംഗ് ഓഫ് സിമെന്റ് ഈസ്. എത്ര വേണം സിലിക്ക കണ്ടന്റ് എന്നാണ്? ഓപ്ഷൻ എ 60 to 70%, ഓപ്ഷൻ ബി 20 to 25%, ഓപ്ഷൻ സി 10 to 15%, ഓപ്ഷൻ ഡി 3 to 5%. നമുക്കറിയാം സിലിക്ക കണ്ടന്റ് എന്ന് പറയുന്നത് 17 to 25% അല്ലെ. അപ്പൊ 17 to 25 അടുത്തുള്ള റീഡിംഗ് എന്ന് പറയുന്നത് ഇവിടെ 20 to 25 അപ്പൊ ഓപ്ഷൻ ബി ഓപ്റ്റ് ചെയ്യാം. 20 to 25%. അപ്പം ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വരികയാണെങ്കിൽ നമ്മൾ പഠിച്ച റീഡിങ്ങുമായിട്ട് ബന്ധമുള്ള അടുത്തുള്ള റീഡിങ്സ് ഓപ്റ്റ് ചെയ്യാൻ നോക്കണം. കണക്കുകളിലാണ് മിക്കപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചെറിയ റീഡിംഗ് വ്യത്യാസം വരുത്തുന്നത്. നമ്മുടെ ഒരു ലോജിക്കിനെ കൂടി അവർ പരീക്ഷിക്കുന്നത് അവിടെ. എക്സാമിനെ സംബന്ധിച്ചിടത്തോളം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോർട്ടാണ് സിമെന്റ്. സിമെന്റിനെ കുറച്ച് ടൈം കൂടുതൽ സ്പെൻഡ് ചെയ്ത് പഠിക്കുക. സിമെന്റുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ കോൺക്രീറ്റും കാര്യങ്ങളൊക്കെ പഠിക്കാനുണ്ട്. അന്നേരം ഈ പ്രോപ്പർട്ടീസ് എല്ലാം അവിടെ പറയപ്പെടും. എന്തെങ്കിലും സംശയമുണ്ടോ? ഓക്കെ, ഡൗട്ട്സ് ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. താങ്ക് യു.